നാം ദൈവത്തിൽ ഏറ്റവും തൃപ്തരാകുമ്പോൾ ദൈവം നമ്മിൽ ഏറ്റവും മഹത്വപ്പെടുന്നു. പലപ്പോഴും നാം കരുതുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നാൽ കഠിനമായ നിയമങ്ങൾ പാലിക്കുകയോ വലിയ കാര്യങ്ങൾ ചെയ്യുകയോ മാത്രമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ലോകത്തിലെ എന്തിനേക്കാളും ഉപരിയായി നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ ആനന്ദം കണ്ടെത്തുമ്പോഴാണ് സ്വർഗം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. ദൈവജനം ഇപ്രകാരം പറയുന്നു, യഹോവയിൽ തന്നെ ആനന്ദിക്കുക. കർത്താവ് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് നൽകി തരും. സങ്കീർത്തനങ്ങൾ 37:4. ബൈബിളിലെ അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതം ഇതിന് വലിയ ഒരു ഉദാഹരണമാണ്. കാരാഗൃഹത്തിൽ കിടക്കുമ്പോഴും കഷ്ടതകൾ അനുഭവിക്കുമ്പോഴും കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് പറയാൻ പൗലോസിന് കഴിഞ്ഞു. തൻ്റെ ജീവിതത്തിലെ സാഹചര്യങ്ങളിലല്ല, മറിച്ച് ദൈവത്തിലാണ് താൻ തൃപ്തനായിരിക്കുന്നത് എന്ന് ആ പൗലോസ് തെളിയിച്ചു. ആ തൃപ്തിയാണ് ലോകത്തിനു മുമ്പിൽ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിയത്. ഒരു വിശ്വാസി കഷ്ടതയിലും ദൈവത്തിൽ സംതൃപ്തനായിരിക്കുമ്പോൾ ദൈവം ലോകത്തിലെ മറ്റെല്ലാ ധനത്തെക്കാളും വിലപ്പെട്ടതാണെന്ന് അവൻ തെളിയിക്കുന്നു. ദൈവം നമുക്ക് നൽകുന്ന ദാനങ്ങളിലല്ല, മറിച്ച് ദാതാവായ ദൈവത്തെ തന്നെ നാം ആനന്ദം കണ്ടെത്തണം. ലോകത്തിന് നൽകാൻ കഴിയാത്ത സമാധാനം ഒരു വിശ്വാസിയിൽ കാണുമ്പോൾ അത് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ വലിയൊരു സാക്ഷ്യമാണ്. നമ്മുടെ സംതൃപ്തി എവിടെയാണ്? നമ്മുടെ ബാങ്ക് ബാലൻസിലോ പദവികളിലോ അതോ ദൈവവുമായുള്ള ബന്ധത്തിലോ? എൻ്റെ ഉപദേശം ഇതാണ്: ലോകത്തിൻ്റെ താൽക്കാലിക സന്തോഷങ്ങൾക്ക് പിന്നാലെ ഓടി നിങ്ങളുടെ ഹൃദയം തളർത്തരുത്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ മാത്രം ലഭിക്കുന്ന ആ വലിയ സംതൃപ്തിക്കായി ദാഹിക്കുക. നിങ്ങൾ കർത്താവിൽ സന്തോഷം കണ്ടെത്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ ദൈവം തന്നെ മഹത്വപ്പെടും. കർത്താവിൽ തൃപ്തരാകുക, അതാണ് ജീവിതത്തിൻ്റെ പൂർണ്ണത. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.